ഗർഭധാരണ സാധ്യത കൂട്ടുന്നതിനെപ്പറ്റി നമുക്ക് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ലേഖനങ്ങൾ, വെബ്സൈറ്റുകൾ, പിന്നെ ഒരു ഡോക്ടറുടെ വീഡിയോയൊക്കെ. അതെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമല്ലോ. തീർച്ചയായും. ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ശരിക്കും പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ടൈമിംഗ്, ലൈഫ് സ്റ്റൈൽ, പിന്നെ ഭക്ഷണം, അങ്ങനെ പലതും. ഈ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമെന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ എല്ലായിടത്തും പറയുന്ന ആ ഒരു സമയം അല്ലേ? അതെ. ആ ഫെർട്ടൈൽ വിൻഡോ. അതെ അതെ, അതാണ് ഏറ്റവും പ്രധാനം. ഫെർട്ടൈൽ വിൻഡോ എന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ, അതായത് അണ്ഡോൽപാദനം നടക്കുന്ന ആ ദിവസം, പിന്നെ അതിന് തൊട്ടു മുൻപുള്ള ഒരു 5 ദിവസങ്ങൾ. 5 ദിവസം മുൻപേ തുടങ്ങുമോ? കാരണം ബീജത്തിന് സ്ത്രീയുടെ ശരീരത്തിൽ ഒരു 5 ദിവസം വരെയൊക്കെ ജീവനോടെ ഇരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഈ ദിവസങ്ങളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിന് പല വഴികളും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. മെൻസ്ട്രുവൽ സൈക്കിൾ ട്രാക്ക് ചെയ്യാം. സാധാരണ ഒരു 28 ദിവസത്തെ സൈക്കിളാണെങ്കിൽ ഒരു 14-ാം ദിവസമൊക്കെയാവും ഓവുലേഷൻ. പിന്നെ യോനീസ്രവത്തിൽ മാറ്റങ്ങൾ വരും, മുട്ടയുടെ വിരള പോലെയാവും. കേട്ടിട്ടുണ്ട്. പിന്നെ ശരീരത്തിന്റെ ബേസൽ ടെമ്പറേച്ചർ, BBT എന്ന് പറയും, അതിൽ ചെറിയൊരു വർധനവുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഓവുലേഷൻ പ്രിഡിക്ഷൻ കിറ്റുകൾ ഉപയോഗിക്കാം. അതും പറയുന്നുണ്ട്. ശരി. അപ്പോൾ ആ ദിവസങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. ദിവസവും വേണോ അതോ ഒന്നിടവിട്ട ദിവസങ്ങളിലാണോ നല്ലത്? അതിലും പല അഭിപ്രായങ്ങളുണ്ട്. ഫെർട്ടൈൽ വിൻഡോ സമയത്ത് ദിവസവും ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് സാധ്യത കൂട്ടുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കിട്ടിയ വിവരങ്ങളിൽ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഇത് കാരണം ഒരുപാട് സ്ട്രെസ് ആവരുത്. അത് ശരിയാണ്. കാരണം ശ്രമദം കൂടുന്നത് ചിലപ്പോൾ ഫെർട്ടിലിറ്റിയെ മോശമായിട്ട് ബാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയാണ്. ഈ സമ്മർദ്ദത്തിന്റെ കാര്യം പലയിടത്തും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ചില പൊസിഷൻസിനെ പറ്റിയുള്ള പരാമർശമാണ്. മിഷണറി, ഡോഗി സ്റ്റൈൽ, അങ്ങനെയൊക്കെ. അതിനെന്തെങ്കിലും? അതിന്റെ പിന്നിലുള്ളൊരു ചിന്ത എന്താന്ന് വെച്ചാൽ ബീജം ഗർഭാശയ മുഖത്തോട്, അതായത് സെർവിക്സിനോട് കഴിയുന്നത്ര അടുത്തെത്താൻ സഹായിക്കുക. പിന്നെ ഗ്രാവിറ്റി കുറച്ചുകൂടി അനുകൂലമാക്കുക. ഡീപ്പ് പെനട്രേഷൻ കിട്ടുന്ന പൊസിഷനുകൾ. ഉദാഹരണത്തിന് മിഷണറി പൊസിഷനിൽ സ്ത്രീയുടെ ഇടുപ്പിനടിയിൽ ഒരു തലയണ വെക്കുന്നത്, അല്ലെങ്കിൽ ഡോഗി സ്റ്റൈൽ. ഇതൊക്കെ ചിലപ്പോൾ സഹായിക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. ഓക്കെ. പക്ഷേ ഇതിന് ശാസ്ത്രീയമായിട്ട്? അതാണ്. അതിന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളില്ല. അതാണ് ഈ കിട്ടിയ വിവരങ്ങളും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏത് പൊസിഷനിലും ഗർഭധാരണം നടക്കാം. ബീജം യോനിയിലെത്തണം, അതാണ് പ്രധാനം. അപ്പോ അതിനെപ്പറ്റി അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്യാം. അതെ. പിന്നെ ബന്ധപ്പെട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുറച്ചുനേരം കിടക്കണം, കാല് പൊക്കി വെക്കണം എന്നൊക്കെ ചിലയിടത്ത് കണ്ടു. ബന്ധപ്പെട്ട ശേഷം ഒരു 10-15 മിനിറ്റ് മലർന്നു കിടക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇടുപ്പിന് താഴെ ഒരു തലയണ വെക്കാം. ഇത് ബീജങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമാക്കുമെന്ന് കരുതപ്പെടുന്നു. ഇതിനും വലിയ ശാസ്ത്രീയ അടിത്തറ ഇല്ലായിരിക്കും. ഇല്ല, പക്ഷെ ഇതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ ചെയ്യാം. ശരി. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അത് പ്രധാനമാണ്. ഡൂഷിംഗ്, അതായത് യോനി കഴുകുന്നത്, അത് തീർച്ചയായും ഒഴിവാക്കണം. പിന്നെ ചില ലൂബ്രിക്കന്റുകൾ, അത് ബീജത്തിന്റെ ചലനശേഷിയെ, മൊബിലിറ്റിയെ ബാധിക്കാം. KY, ആസ്ട്രോഗ്ലൈഡ് പോലെയുള്ളവ ഉദാഹരണമായി പറയുന്നുണ്ട്. അപ്പൊ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാതിരിക്കുന്നതാണോ നല്ലത്? ഒന്നുകിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫ്രണ്ട്ലി എന്ന് ലേബിൾ ചെയ്തവ നോക്കി വാങ്ങാം. പിന്നെ ഉമിനീര്, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, ഇതൊന്നും ലൂബ്രിക്കന്റായിട്ട് ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ സമയവും രീതികളും കഴിഞ്ഞു. ഇനി ലൈഫ് സ്റ്റൈൽ അല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം ഒരുപാട് പറയുന്നുണ്ട്. തീർച്ചയായും. ഹെൽത്തി ഡയറ്റ് ശരിക്കും ഒരു പ്രധാന ഘടകമാണ്. പൊതുവെയുള്ള നിർദ്ദേശം എന്താന്ന് വെച്ചാൽ അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. പ്രോട്ടീൻ, ഫൈബർ, നല്ല കൊഴുപ്പുകൾ അതൊക്കെ കൂട്ടുക. പഴങ്ങൾ, പച്ചക്കറികൾ. അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ്, സീഡ്സ് ഒക്കെ ധാരാളം കഴിക്കുക. ചില ഭക്ഷണങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവക്കാഡോ, ഇലക്കറികൾ, മാതള നാരങ്ങ, ബീട്രൂട്ട്. മത്തൻകുരു, എള്ളൊക്കെ. അതെ, മത്തൻകുരു, ഫ്ലാക്സ് സീഡ്, എള്ള്, സൂര്യകാന്തി വിത്ത്. പിന്നെ സാൽമൺ പോലുള്ള മീനുകൾ, മധുരക്കിഴങ്ങ്,
ഇതൊക്കെ നല്ലതാണെന്ന് കാണുന്നു. സപ്ലിമെന്റ്സിന്റെ കാര്യമോ? ഫോളിക് ആസിഡ് പോലെ? ഫോളിക് ആസിഡ് വളരെ പ്രധാനമാണ്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന് ഒരു 3 മാസം മുൻപേ തുടങ്ങാനാണ് സാധാരണ നിർദ്ദേശിക്കാറ്. അതോടൊപ്പം സിങ്ക്, സെലീനിയം, വൈറ്റമിൻ ഇ ഇതിന്റെയൊക്കെ പ്രാധാന്യവും പറയുന്നുണ്ട്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ? പ്രധാനമായും മധുരം, മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്സ്, പിന്നെ അമിതമായിട്ടുള്ള കഫീൻ, ചായ, കാപ്പിയൊക്കെ, മദ്യം, പുകവലി ഇതൊക്കെ തീർച്ചയായും ഒഴിവാക്കണം. അത് ഫെർട്ടിലിറ്റിയെ കാര്യമായിട്ട് ബാധിക്കും. ശരി. ഭക്ഷണത്തിന്റെ കാര്യം പോലെ തന്നെ പ്രധാനമാണ് ശരീരഭാരം, വ്യായാമമൊക്കെ, അല്ലേ? അതെ. ബോഡി മാസ് ഇൻഡെക്സ് BMI അതൊരു നോർമൽ റേഞ്ച് നിർത്തുന്നത് നല്ലതാണ്. ഏകദേശം 19നും 30നും ഇടയിൽ. വണ്ണം കൂടുന്നതും തീരെ മെലിയുന്നതും രണ്ടും ഫെർട്ടിലിറ്റിയെ ബാധിക്കാം. വണ്ണം കൂടുതലുള്ളവർക്ക്? അവർക്കൊരു 10% ഭാരം കുറച്ചാൽ പോലും നല്ല വ്യത്യാസമുണ്ടാവുമെന്നാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കേ. വ്യായാമം എങ്ങനെ വേണം? ഭയങ്കര ഹെവിയായിട്ട് ചെയ്യണോ? വേണ്ട. ദിവസവും ഒരു മിതമായ രീതിയിലുള്ള വ്യായാമം മതി. ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട. നടത്തം, യോഗ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി. അതോടൊപ്പം ആവശ്യത്തിന് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ്. സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? മെഡിറ്റേഷൻ, ഇഷ്ടമുള്ള ഹോബികൾ, എന്തെങ്കിലും റിലാക്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഗർഭധാരണത്തെ ഒരു ടാസ്ക്കായിട്ട് കാണാതെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് സമീപിക്കുക. ശരി. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്നിട്ടും ഗർഭധാരണം നടന്നില്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? അതിനെപ്പറ്റിയും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതിനൊരു വ്യക്തമായ ഗൈഡ് ലൈൻ ഉണ്ട്. നിങ്ങൾ 35 വയസ്സിൽ താഴെയാണെങ്കിൽ ഒരു വർഷം റെഗുലറായി ശ്രമിച്ചിട്ടും ഗർഭം ധരിച്ചില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണം. 35 കഴിഞ്ഞവരാണെങ്കിലോ? 35 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 6 മാസം. 6 മാസം ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ലെങ്കിൽ വൈദ്യസഹായം തേടണം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ക്രമരഹിതമായ ആർത്തവം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, PCOS, തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ മുൻപേ അറിയാമെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ നേരത്തെ തന്നെ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫെർട്ടൈൽ വിൻഡോ കണ്ടെത്തുന്നത്, ബന്ധപ്പെടുന്ന രീതികൾ, ഭക്ഷണം, വ്യായാമം, ഭാരം, സ്ട്രെസ് മാനേജ്മെന്റ്, അവസാനം ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണുന്നതുവരെ. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ഏകദേശ ധാരണ തന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നമ്മൾ ഈ ശാരീരികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഗർഭധാരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ, പ്രതീക്ഷകൾ, ചിലപ്പോൾ ആശങ്കകൾ, ഇതൊക്കെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ കിട്ടിയ വിവരങ്ങളിലും അതിനെപ്പറ്റി സൂചനകളുണ്ട്. തീർച്ചയായും കൂടുതൽ വ്യക്തമായ ഉപദേശങ്ങൾക്ക് ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനെ സമീപിക്കുക. അതാണ് ഏറ്റവും നല്ലത്.